ഹായ് എവ്രി വൺ, ഐ ആം ആലിയ. ഇന്ന് ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടൈം 8 o'clock ആയിട്ടുള്ളത്, 7:30 ആയിട്ട് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനി നേരത്തെ ഇരിക്കാനുള്ള കാരണം ഇന്ന് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആണ്. സോ അവളെ റെഡിയാക്കിയൊക്കെ വിടാൻ വേണ്ടി നേരത്തെ 6:30 ഇരിക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ 7:30 എണീറ്റപ്പം. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ കാൾ അവിടെ ഇരിക്കണമെങ്കിൽ ഞാൻ വരാൻ പറയാം. കമോൺ. ബർത്ത്ഡേകൾ രാവിലെ തന്നെ വയറുവേദനയാന്നൊക്കെ പറഞ്ഞിരിക്കും കേട്ടോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞി. താങ്ക് യു. ഒന്ന് മാറിപ്പോ. ഒരു വിലയില്ല guys, ഒരു വിലയില്ല. പിന്നെ എന്തിനാണ് രാവിലെ വിളിച്ച് നിൽപ്പിച്ച്. അങ്ങനെ ഇവൾക്ക് 13 വയസ്സായിരിക്കുന്നു. സോ ഇവളെ റെഡിയാക്കാന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ രാവിലെ എണീറ്റിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാം. ഹെയർ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഉമ്മച്ചി കുഞ്ഞിനെ കഴിക്കാൻ വിളിച്ചു. അപ്പോൾ അവളങ്ങനെ കഴിക്കാൻ പോയേക്കുവാണ്. അപ്പം മുട്ടക്കറി ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അവളങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കിളവിയായിക്കൊണ്ടിരിക്കുകയുണ്ട്. അയ്യോ 13 വയസ്സാണ്, അപ്പത്തേക്കും കളവിയായിരുന്നു. രാവിലെ തന്നെ വയറുവേദനയെന്നും പറഞ്ഞ് കുത്തിയിരിക്കുകയാണ് ഗൈസ്. കഴിച്ചൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് എന്തായാലും ഇവളുടെ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം. ഞാൻ ഹീറ്റ് പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഹെയർ പാർട്ടീഷൻ ചെയ്യാം കേട്ടോ. എൻ്റെ തല കട്ടായി. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഇവളുടെ ഹെയർ ഒന്ന് ഇല്ല സ്റ്റാച്ചു പോലെ ഇരിക്കും. മതിയോ? എനിക്കൊരു പണി ചെയ്യുമ്പോൾ മിണ്ടാറിയില്ല, അതാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ നീ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുമ്പോൾ വേണ്ടുന്നത്? ഒരു ഭയങ്കര പാടാടി എനിക്കുണ്ട്, ഒരു കണക്കിനായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ചെയ്ത് തുടങ്ങാം. ഗൈസ്, നിങ്ങൾ ഇത് കണ്ടിട്ടൊന്നും ചിരിക്കണം. നമ്മളിങ്ങനെയൊക്കെ ആട്ടോ ഗൈസ് ചെയ്യാറ്. അതെ, ഞങ്ങൾ പ്രൊഫഷണൽസ് അല്ല. എന്താണ് തിരിഞ്ഞ് കൊളാക്കിയോ ഈ കൊച്ച്? സാധാരണ ഇതിലും കോമഡി ആയിട്ടാണ് ചെയ്യാറ്. അവള് ഈ സ്ട്രെയിറ്റ്നറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇവളുടെ ഹെയർ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് അധികം ഒന്നും പണിയില്ല. ഇത് വേണം പോയോ? അയ്യോ, നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട കേട്ടോ, കാരണം ഇച്ചിരി കോമഡിയാണ് ഇരിക്കുന്നത് കാണുമ്പോൾ. ഒരുപാട് ചെയ്യണ്ട കേട്ടോ, ലൈറ്റ് ആയിട്ട് ചെയ്താൽ മതി. ഹെവി ആയിട്ട് ചെയ്യണം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എല്ലായിടത്തോടും വേഗം ചെയ്യണ്ടേ. ഓ, മുടി വലിഞ്ഞ്. ടിപ്പ് എടുത്ത് വെച്ചേക്കണ പാർട്ടീഷനിൽ നിന്ന് കുറച്ച് സെക്ഷനായിട്ട് ജസ്റ്റ് 1-2 തവണ വലിച്ചു കൊടുത്താൽ മതി. ഞാൻ ചെറിയ ടെമ്പറേച്ചറിലിട്ടാണ് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൽ സ്ട്രൈറ്റ് ആവാൻ ചെറുതായിട്ടുള്ളൂ. അതിങ്ങനെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടാ എന്താ എൻ്റെ ഇത് ചെയ്യേണ്ടി തന്നെ. യെസ്, ഞങ്ങൾക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്ട്രൈറ്റ് ഹെയർ ആണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് ഭാഗ്യം. പക്ഷെ കേളി ഹെയർ ആണെങ്കിലും നല്ലല്ലോ. എനിക്ക് കേളി ഹെയർ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ കേളി ഒക്കെ ആക്കിയിരുന്നു ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നിനക്ക് കേളി ആയിരുന്നെങ്കിൽ നിനക്ക് സ്ട്രൈറ്റ് ആണെന്നായിരിക്കും. അത് ശരിയാ, ഡ്രസ്സ് ഒരുക്കി പോകത്തില്ലല്ലോ. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ സ്ട്രെയിറ്റ് ചെയ്ത് വന്നിട്ട് കണ്ടിട്ടോ. ഓക്കെ, ഹെയർ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്ട്രെയിറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സ് എടുത്തുള്ളൂ കേട്ടോ. അപ്പം ഹെയർ എന്തായാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവൾ മേക്കപ്പ് ചെയ്യാൻ പോയിക്കോണ്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യണം. അങ്ങനെ ആഡംബര മേക്കപ്പ് ഒന്നുമില്ല, ഈ പൗഡർ ഐലൈനറും മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലേ കുഞ്ഞി? ഇനി എന്നെ വഴക്ക് പറയോ രാവിലെ എണീറ്റപ്പോൾ വന്നില്ല ഏറ്റവും എനിക്കറിയില്ല. എന്തായാലും അവൾ മേക്കപ്പ് പ്രക്രിയൊക്കെ കഴിയണം. ഇവളാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ വോളിയത്തിൽ പാട്ട് വെച്ച് കഴിഞ്ഞാൽ വല്ല ഈ ഒരു പാട്ട് വെക്കും, എന്നിട്ട് ഇങ്ങനെ പോയി. ഇനി ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാം. അവളുടെ മേക്കപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. തേങ്ങ. ഓക്കെ, അവൾ ഇനി ഇപ്പോൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം അവളുടെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കണം.
ഇത് വെച്ചിട്ടാണ് ഞാൻ അവളുടെ ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഷ്വാർട്സ്കോപ്പിൻ്റെ ടാഫ്റ്റ് ഹോൾഡിംഗ് പവർ 5 വരുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടാണ് അവളുടെ ഹെയർ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞങ്ങൾ ഒരു തവണ എന്തോ യൂസ് ചെയ്തിട്ടുള്ളൂ, ബട്ട് ടെസ്റ്റിംഗ് ആണ്, നല്ല പ്രൊഡക്റ്റ് ആണെന്ന് പറയാറായിട്ടില്ല. നമ്മൾ ബാക്കിൽ മാത്രമാണ് കേട്ടോ, ഫ്രണ്ടിൽ സ്റ്റൈൽ ചെയ്യാനുള്ളതുകൊണ്ട് ബാക്ക് മാത്രം അടിക്കുന്നത്. ഹെയർ സെറ്റ് ചെയ്തു. ഇതിൻ്റെ ഹെയർ സ്പ്രേ ഇറക്കാനുള്ളൂ, ഇതിൻ്റെ പുറകിൽ കൂടെ ഒക്കെ വരുന്നു. ഇത് ഒരു പന്ന സാധനം കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇത് സ്പ്രേ ചെയ്ത സ്പ്രേ ആവില്ല. എന്താണ് ഇനി ഇവളുടെ ഹെയർ നമുക്ക് എന്തായാലും സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം. ഞാൻ വലിയ ഹെയർ സ്റ്റൈലിസ്റ്റ് ഒന്നും അല്ല കേട്ടോ, എൻ്റെ അടുത്തുനിന്ന് ഇതൊക്കെ പ്രതീക്ഷിച്ചു. ഇത്രയൊന്നും ഇടണ്ട, ഞാനെടുത്ത് സൈഡിൽ കയറ്റി വെക്കും. ഇത് മതിയോ? മിസ്സുമാർ ഓടിക്കും ഇങ്ങനെയൊക്കെ ഇട്ടുകഴിഞ്ഞാൽ. ഇവളുടെ സ്കൂൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാട്ടോ ഇവള് വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാത്ത. അങ്ങനത്തെ സ്ട്രിക്റ്റ് അല്ല, എന്നാലും ഫൈനലി ഈ സാധനം വർക്കായി. നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തു. അതിലടിക്കണ്ടടി, ഇതിലടിക്കണല്ലോ, ഇതിവിടെ അടിക്കാനാ. എന്ന് താന്നിരിക്കാവോ? ഭയങ്കര പൊക്കവാ ഈ മുടി. അടിക്കാൻ പൊക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഷോ ആണെങ്കിൽ അത് മോത്ത് സെറ്റിംഗ് സ്പ്രേയിൽ അങ്ങനെ ഈ സെറ്റിംഗ് സ്പ്രേ എന്ത് ഇങ്ങനെ വരുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. മുഖത്ത് ചാടി. ഓക്കെ, ഫൈനലി നമ്മൾ ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഫൈനൽ ലുക്ക് അഴിച്ചിടാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കേട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പം അവള് സ്കൂളിലൊക്കെ പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള പരിപാടീസൊക്കെ കാണിക്കാം. ഒരുപാട് പരിപാടിയൊന്നുമില്ല, ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. നമ്മളങ്ങനെ കുഞ്ഞിനെ ഒട്ട് കയറ്റി വിടാൻ ദേ പോകുന്നവൾ. നോക്കിക്ക്, പോകുന്നോളോ? ദേ പോകുന്നു അവൾ. ഓക്കെ, നമുക്ക് പോയിട്ട് വരാം, കൊണ്ടുവിട്ടിട്ട് വരാം. അപ്പം നമ്മൾ അവളെ വിട്ടു, പാലായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പം വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ അവൾ വന്നിട്ടായിരിക്കും ഇത് വീഡിയോ എടുക്കുന്നത്. അതിൽ ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടാവും. വേറെ അവൾ പോയല്ലോ, ഇനിയിപ്പം എന്ത് ബർത്ത്ഡേ വ്ളോഗല്ലേ. അവൾക്ക് ഞാൻ ഓൾറെഡി ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അത് ഞാൻ അവൾ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തായിരുന്നു തോന്നുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവളിപ്പോൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് എൻ്റെ ഗിഫ്റ്റാണ്. ദെൻ പാലല്ല കേട്ടോ, അങ്ങനെയല്ല, വേറെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ക്രോഷ്യൊക്കെ ചെയ്യും. സോ ക്രോഷ്യയുടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്രോഷ്യയുടെ ഒരു ഫുൾ സെറ്റ്, യാൻസും ഹുക്സും അങ്ങനെ വരുന്നൊരു ഫുൾ സെറ്റ്. എന്തായാലും അവൾ കാണിച്ചു തരും, വന്നിട്ട് കാണിച്ചു തരും. അവൾ അത് വെച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്ന സാധനം ഇതാണ്. അവൾ അതൊക്കെ നോക്കി ലാപ്പിൽ അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ നോക്കി ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുറച്ചധികം ഹൂക്സ് ഉണ്ടായിരുന്നു, പല മെഷേഴ്സിലുള്ള ഹൂക്സ് ഉണ്ടായിരുന്നു. ദെൻ ഒരു 4 സെറ്റ് ഓഫ് യാൻസ് ഉണ്ടായിരുന്നു. യാൻസ് അത്ര നല്ലതല്ലായിരുന്നു, നമ്മളിത് ഫസ്റ്റ് ടൈം വാങ്ങുന്നതുകൊണ്ട് തന്നെ ഏതാ നല്ലത് ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അത്ര നല്ലതല്ലായിരുന്നു. ഇനി വാങ്ങുമ്പോൾ എന്തായാലും സെറ്റ് ചെയ്യണം. ഹൂക്സ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. 2 ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബൊക്കെയാണ് കേട്ടോ, ഒരു ഫ്ലവർ ബൊക്കെ അങ്ങനെയൊക്കെ പറയാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കേട്ടോ അവൾ ഉണ്ടാക്കിയ സംഭവം. എന്തായാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഫുഡിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നോമ്പായതുകൊണ്ട് തന്നെ ആ ടൈമിൽ എനിക്ക് വീഡിയോസ് എടുക്കാൻ ഉള്ളൊരു ഇത് വന്നില്ല. ആൻഡ് ഇതൊരു ഈവനിങ് ഒക്കെ ആയപ്പോൾ അവളുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ കട്ട് ചെയ്യുവാണ്. കേക്ക് ഒരു ചോക്ലേറ്റ് കേക്കാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും അവൾ പറഞ്ഞ രീതിക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹായ്, ആക്ച്വലി ഞാൻ കുഞ്ഞിയുടെ ബർത്ത്ഡേ വ്ളോഗ് എടുത്ത സമയത്ത് അത് March 3 എടുത്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഞാനൊന്ന് മറന്നുപോയി. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ മറന്നുപോയി അത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അത് വിചാരിച്ചത് ഞാൻ എന്തുകൊണ്ട് അതിൻ്റെ ബാക്കി എടുക്കാത്തതെന്ന്. അപ്പോൾ അന്നത്തെ അത്രയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നോമ്പ് പോകുന്ന ടൈമിൽ ഫുഡ് കഴിച്ചു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തു ആൻഡ് സ്കൂളിൽ പോയി കുറച്ച് അവർക്ക് അവളുടെ ഫ്രണ്ട്സിനൊക്കെ സ്വീറ്റ്സ് കൊടുത്തു.
അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു. എന്തായാലും അവൾക്ക് അവൾ ആഗ്രഹിച്ച പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റി. അവൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.